വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലുക്കാസ് ചുങ്ക ജ്വല്ലറി. തൃശൂർ കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനകം യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി മന്ത്രി CN ബാലകൃഷ്ണന്റെ മകൾ CB ഗീതയെ പ്രഖ്യാപിച്ചേക്കും. പ്രൊഫസർ ഡോക്ടർ D ഷീല LDFിന്റെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 21 വയസ്സായ ആർക്കും മത്സരിക്കാം. മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ മുന്നണികൾ പരക്കം പാച്ചിലിൽ. ദേശീയപാത 17 അപകട പരമ്പര. തൃത്തല്ലൂരിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. അപകടങ്ങളിൽ 12 പേർക്ക് പരിക്ക്. ശ്രീ കേരളവർമ്മ കോളേജിലെ ബീഫ് നിരോധനം വിവാദത്തിലേക്ക്. കോളേജിലെ ബീഫ് ഫെസ്റ്റിനെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട അധ്യാപികയ്ക്കെതിരെ അന്വേഷണം. SNDPയെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടുകയല്ല, CPMന്റെ തൊഴുത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഉണ്ടായതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്. മാർക്സിസ്റ്റ് പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് BJP ദേശീയ സമിതി അംഗം ശോഭ സുരേന്ദ്രൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കേളികുട്ട് ഉയർന്നതോടെ സ്ഥാനാർത്ഥി നിർണയവും ചൂടുപിടിച്ചു. തൃശൂർ കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥി പട്ടിക പാർട്ടി നേതൃത്വങ്ങൾ 2 ദിവസത്തിനകം പുറത്തുവിടും. ഘടകകക്ഷികൾക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി നൽകാൻ 2 ദിവസത്തെ സാവകാശമാണ് മുന്നണി നേതൃത്വം നൽകിയിരിക്കുന്നത്. BJP SNDP ധാരണകളുടെ അടിസ്ഥാനത്തിൽ വാർഡ് തല ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ BJP സ്ഥാനാർത്ഥികളുടെ പട്ടിക വരാൻ 2 ദിവസം കൂടി കാത്തിരിക്കേണ്ടിവരും. കോർപ്പറേഷനിലേക്കുള്ള അയ്യന്തോൾ സോണലിലെ UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പൂർത്തിയായി. തർക്കം നിൽക്കുന്ന പൂത്തോൾ ഡിവിഷനിലാണ് ചർച്ച തുടരുന്നത്. മുൻ മേയർ IP പോൾ, ഡെപ്യൂട്ടി മേയർ PV സരോജിനി എന്നിവർ സീറ്റ് ഉറപ്പാക്കിയ നിലയിലാണ്. UDFന്റെ മേയർ സ്ഥാനാർത്ഥിയും മന്ത്രി CN ബാലകൃഷ്ണന്റെ മകളുമായ CB ഗീത ഒളരി ഡിവിഷനിൽ നിന്ന് മത്സരിക്കാനാണ് ധാരണയായിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിട്ടില്ല. ചർച്ചകൾ നടന്നുവരികയാണെന്ന് LDF ജില്ലാ കൺവീനർ K രാധാകൃഷ്ണൻ MLA അറിയിച്ചു. കോർപ്പറേഷൻ ഇടതുമുന്നണി യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തയ്യാറാക്കി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറും. CPMലെ അയ്യന്തോൾ ഡിവിഷനിൽ മത്സരിച്ച് വിജയിച്ച അഡ്വക്കേറ്റ് MP ശ്രീനിവാസൻ ഇത്തവണ തന്നെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട്. ഒല്ലൂർ ആയുർവേദ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ D ഷീലയായിരിക്കും LDFിലെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചനയുണ്ട്. ഒല്ലൂർ സോണലിൽ നിന്നായിരിക്കും ഇവർ മത്സരിക്കുക. മുൻ മേയർ പ്രൊഫസർ R ബിന്ദു, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവും മുൻ കൌൺസിലറുമായ സുലോചന പ്രേംകുമാർ എന്നിവർ CPMന്റെ മേയർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. SNDPയുമായുള്ള പുതിയ ധാരണകളുടെ അടിസ്ഥാനത്തിൽ BJPയുടെ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസം കഴിഞ്ഞേ പുറത്തുവിടുകയുള്ളൂ എന്നാണ് BJP നേതാക്കൾ നൽകുന്ന സൂചന. ചേലക്കര ഡിവിഷനിൽ നിന്നുള്ള T നിർമ്മല, മുരിങ്ങൂർ ഡിവിഷനിൽ നിന്നുള്ള ലീല സുബ്രഹ്മണ്യൻ എന്നിവർ UDFന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായി ഇത്തവണ മത്സരത്തിന് ഇറങ്ങിയേക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CMPക്ക് നൽകിയ ജില്ലാ പഞ്ചായത്ത് സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുത്തേക്കുമെന്ന് സൂചനയുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDFന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ച പുരോഗമിക്കുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് മേരി തോമസ്, ഷീല വിജയകുമാർ എന്നിവരെയാണ് LDFന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്. ബുധനാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ആരംഭിക്കും. പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം ഒക്ടോബർ 14. 21 വയസ്സായ ആർക്കും മത്സരിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചുരുങ്ങിയത് 21 വയസ്സെങ്കിലുമാകണം. ചില കക്ഷികൾ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പാടുപെടുമ്പോൾ ചിലയിടത്ത് സീറ്റിനുള്ള അടിപിടിയാണ്. വനിതാ സംവരണം 50% ജനപ്രിയ വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിലും രാഷ്ട്രീയ പാർട്ടികൾ ആശങ്കയിലാണ്. ഇതൊക്കെയാണെങ്കിലും മത്സരിക്കുന്നവർക്ക് ചില മാനദണ്ഡങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സർക്കാരിലേക്കോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കോ ഏതെങ്കിലും കുടിശ്ശിക അടയ്ക്കാൻ നോട്ടീസ് കിട്ടിയിട്ടും കാലാവധിക്കുള്ളിൽ അടയ്ക്കാത്തവർ അയോഗ്യരാണ്. സ്ഥാനാർത്ഥി ഇത് ഓർമ്മിച്ചില്ലെങ്കിലും എതിർ സ്ഥാനാർത്ഥിയുടെ അയോഗ്യതകൾ തേടുന്നവർ ഇത് കണ്ടെത്തിയാൽ പിന്നെ രക്ഷയുണ്ടാവില്ല.
ക്രിമിനൽ കുറ്റത്തിന് 3 മാസമോ അതിലധികമോ കാലത്തേക്കോ ശിക്ഷിക്കപ്പെട്ടവർക്കും 6 വർഷം വരെ മത്സരിക്കാനാവില്ല. സർക്കാരുമായോ തദ്ദേശ സ്ഥാപനങ്ങളുമായോ നിലവിൽ ഏതെങ്കിലും കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിലക്കുണ്ട്. തദ്ദേശ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിൽ വോട്ടുണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിലേക്ക് മത്സരിക്കാവൂ. എന്നാൽ വാർഡ് മാറിയും മത്സരിക്കാം. ഇങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ. സൂക്ഷ്മ പരിശോധനയിൽ അയോഗ്യത കണ്ടെത്തിയാൽ പത്രിക തള്ളും. പുറമേക്ക് ശാന്തമാണെങ്കിലും പല കക്ഷികളുടെയും സ്ഥാനാർത്ഥി നിർണയം പ്രക്ഷുബ്ധമാണ്. റിബൽ സ്ഥാനാർത്ഥിയാവുമെന്നും അപരന്മാരെ ഇറക്കുമെന്നും തുടങ്ങിയ ഭീഷണി മുതൽ കഴിഞ്ഞകാല പാർട്ടി പ്രവർത്തനങ്ങളിലെ കഷ്ടപ്പാടുകൾ വിവരിച്ച് പൊട്ടിക്കരഞ്ഞുവരെ സീറ്റ് നേടാൻ പിടിവലി കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. നേരത്തെ അനുഗ്രഹാശിസ്സുകൾ കിട്ടി ഒരുങ്ങിയിരിക്കുന്നവർ ബുധനാഴ്ച മുതൽ പത്രികാ സമർപ്പണം ആരംഭിക്കും. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിപ്പോയിരുന്ന ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കാർ യാത്രക്കാരായ കോഴിക്കോട് ഒളാശ്ശേരി സ്വദേശി നിരക്കാട്ട് 59 വയസ്സുള്ള മുഹമ്മദ്, കണ്ണങ്കര സ്വദേശി മൈനക്കാട്ട് ഗോവിന്ദൻ മകൻ സുന്ദരൻ എന്നിവരാണ് മരിച്ചത്. ഇവരോടൊപ്പമുണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട് സ്വദേശി കിഴക്കെ പുല്ലേടൻ സുരേഷ്, മുഹമ്മദ് കോയ മകൻ അബ്ദുൾ റസീഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃത്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ദേശീയപാതയിൽ ചൊവ്വാഴ്ച രാവിലെ 7ഓടെയായിരുന്നു അപകടം. കോഴിക്കോട് നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്നു കാർ. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തൃത്തല്ലൂർ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് എതിർദിശയിൽ വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ പൂർണ്ണമായും തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് 4 പേരെയും പുറത്തെടുത്തത്. പരിക്കേറ്റവരെ വാടനപ്പള്ളിയിലെയും തളിക്കുളത്തെയും ആക്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് പോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മുഹമ്മദും സുന്ദരനും മരിച്ചിരുന്നു. കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നതായി പോലീസ് അറിയിച്ചു. ദേശീയപാത 17-ൽ 3ഇടത്തുണ്ടായ വാഹനാപകടങ്ങളിൽ 10 പേർക്ക് പരിക്കേറ്റു. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിനടുത്ത് 2 കാറും ബൈക്കും കൂട്ടിയിടിച്ച് 5 പേർക്കാണ് പരിക്കേറ്റത്. കാർ യാത്രികരും മലപ്പുറം സ്വദേശികളുമായ കാഞ്ഞിരങ്ങാട് ഹംസ മുസ്ലിയാർ, ഹിദായത്തുള്ള, മലപ്പുറം സ്വദേശി നിയാസ്, കുടക് സ്വദേശി സ്വാലിഹ്, ബൈക്ക് യാത്രികനായ കൈപ്പമംഗലം കൊപ്രക്കളം സ്വദേശി പുതിയ വീട്ടിൽ അനസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്സ് പ്രവർത്തകർ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1ഓടെയായിരുന്നു അപകടം. പെരിഞ്ഞനം കൊറ്റംകുളത്ത് സ്കൂട്ടറടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം കളപ്പറമ്പത്ത് വീട്ടിൽ സിദ്ദിഖിന്റെ മകൾ ഹിബയ്ക്കാണ് പരിക്കേറ്റത്. ഹിബയെ പെരിഞ്ഞനം ലൈഫ് ഗാർഡ് പ്രവർത്തകർ മതിലകം റിലീഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 9:30യോടെയായിരുന്നു അപകടം. പെരിഞ്ഞനം കൊറ്റംകുളത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് പിറകിൽ കാറിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 3ഓടെയായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് പറയുന്നു. പരിക്കേറ്റവരെ ലൈഫ് ഗാർഡ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചു. അയ്യന്തോൾ ശ്രീ കേരളവർമ്മ കോളേജിലെ ബീഫ് നിരോധനത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത അധ്യാപികയ്ക്കെതിരെ പ്രിൻസിപ്പാളിനോട് കൊച്ചിൻ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ദാദ്രിയിൽ ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് മധ്യവയസ്കനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ കോളേജിൽ നടത്തിയ ബീഫ് ഫെസ്റ്റിവൽ വിവാദമാകുകയും എസ്എഫ്ഐ എബിവിപി പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിനിടയാക്കുകയും ചെയ്തിരുന്നു. കോളേജിൽ ബീഫ് കയറ്റിയതിനെ അനുകൂലിച്ച് മലയാള വിഭാഗം അധ്യാപിക ദീപ നിശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ എബിവിപി പ്രവർത്തകർ പരാതി നൽകിയതോടെ അധ്യാപിക പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. അതേസമയം എബിവിപി പ്രവർത്തകരുടെ പരാതിയിൽ കോളേജ് പ്രിൻസിപ്പാളിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ പറഞ്ഞു. പ്രിൻസിപ്പാളിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ഒരു സംഘടന ഇവിടെ വന്നിട്ടുണ്ട്, കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അവരോട് അതിന് ന്യായമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പാളിനോട് ചോദിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. കോളേജിൽ ബീഫ് കയറ്റരുതെന്ന് നേരത്തെ തീരുമാനമുണ്ടെന്നും ഇത് തുടരുമെന്നും പ്രിൻസിപ്പാൾ അറിയിച്ചു. കോളേജിലെ പബ്ലിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിൽ, ഔപചാരികമായ ഫംഗ്ഷൻസിൽ നമ്മൾ നോൺ വെജ് സെർവ് ചെയ്യാറില്ല. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ അധ്യാപികയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ എസ്എഫ്ഐ രംഗത്തെത്തിയിട്ടുണ്ട്. TCU ന്യൂസ്, തൃശൂർ. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത ശോചനീയാവസ്ഥ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ചർച്ച നടക്കും. 6-വരിപ്പാത നിർമ്മാണം മുടങ്ങിയതും ദേശീയപാതയുടെ ശോചനീയാവസ്ഥയും സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന ചർച്ചയിൽ CN ജയദേവൻ MP വിൻസെന്റ് MLA, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ, KMC കമ്പനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ വീഴ്ച വരുത്തിയ KMC കരാർ കമ്പനിക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യവും ബുധനാഴ്ചത്തെ യോഗത്തിൽ ചർച്ചയാകും.
വാർത്തകൾ തുടരുന്നു. SNDPയെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടുകയല്ല, മറിച്ച് CPMന്റെ തൊഴുത്തിൽ നിന്ന് SNDPയെ മോചിപ്പിക്കുകയാണ് ഉണ്ടായതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ ദുർഭരണത്തിനും അഴിമതിക്കും എതിരെ എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിച്ച കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. SNDP BJPയുമായി സഖ്യമുണ്ടാക്കിയതിൽ സുധീരനും കോടിയേരിയുമെല്ലാം വിരളി പിടിച്ചു നടക്കുകയാണ്. SNDPയുടെ പിന്തുണയില്ലാതെയാണ് BJP മഹാഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതെന്ന് കോൺഗ്രസും CPMും മറക്കരുത്. അരമനയിലിരുന്ന് സീറ്റ് പങ്കുവയ്ക്കുന്ന കോൺഗ്രസുകാരാണ് വെള്ളാപ്പള്ളി BJPക്കൊപ്പം കൂടിയെന്ന് ആക്ഷേപിക്കുന്നത്. CPM ഉമ്മൻചാണ്ടിയുമായി നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളും ഭരണമാതൃകയുമാണ് തൃശൂർ കോർപ്പറേഷനിൽ UDFും LDFും നടപ്പാക്കിയത്. ജംഗ്ഷൻ വികസനത്തിന്റെ പേരിൽ വികസിച്ചത് പലരുടെയും പോക്കറ്റുകളായിരുന്നുവെന്നും നാഗേഷ് പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. MG പുഷ്പാങ്കദൻ, വിനോദ് പൊള്ളാഞ്ചേരി, രവികുമാർ ഉപ്പത്ത്, സതീശൻ എന്നിവർ പങ്കെടുത്തു. ബംഗാളിലെ പോലെ കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് BJP ദേശീയ സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. മട്ടത്തൂർ പഞ്ചായത്തിലെ നാടിപ്പാറയിൽ BJPയിൽ ചേർന്നവർക്ക് അംഗത്വം നൽകി സംസാരിക്കുകയായിരുന്നു അവർ. മുൻപ് എതിർത്തതിനെയെല്ലാം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കേണ്ട ഗതികേടിലേക്ക് CPM അധപതിച്ചിരിക്കുന്നു. രക്ഷാബന്ധനെ എതിർത്തവർ പിന്നീട് രാഖി കെട്ടി. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയും ഗണേശോത്സവവും സ്വന്തമാക്കി. നിലനിൽപ്പിനു വേണ്ടി നാളെ ശ്രീരാമക്ഷേത്രം പണിയാനും ഇവർ RSSനോട് മത്സരിക്കുന്ന കാലം വിദൂരമല്ലെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് PC ബിനോയ് അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് PK ബാബു, ജനറൽ സെക്രട്ടറി K നന്ദകുമാർ, ജില്ലാ സമിതി അംഗം ശ്രീധരൻ കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സാറ്റലൈറ്റ് ചാനലുകൾ സ്വകാര്യ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പ്രാദേശിക ചാനലുകൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ അഭിപ്രായപ്പെട്ടു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 10ാമത് തൃപ്രയാർ മേഖലാ സമ്മേളനം കാഞ്ഞാണി സിമില മാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വയം തൊഴിലായി കാണുന്ന കേബിൾ TV മേഖലയെ ആഗോള കുത്തകകൾ കൈയടക്കാൻ ശ്രമിക്കുന്നത് ഈ മേഖലയ്ക്ക് വെല്ലുവിളിയാണ്. കേബിൾ TV മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ നടപടിയെടുക്കണമെന്നും വിനോദൻ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം VG അശോകൻ, BJP മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്ട്, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P ഗോപകുമാർ, COA ജില്ലാ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ TM നാസർ, മേഖലാ പ്രസിഡന്റ് PP ഓംപ്രകാശ്, സെക്രട്ടറി EL ടോണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. COA തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് PP ഓംപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EL ടോണി മേഖലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ ട്രഷറർ KR സുമേഷ് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA ജില്ലാ സെക്രട്ടറി PB സുരേഷ്, ബൈജു മൈനർ, PB സുഭാഷ്, CS ദേവരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മേഖലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സ്നേഹവിരുന്നും നടന്നു. COA തൃപ്രയാർ മേഖലാ പ്രസിഡന്റായി PP ഓംപ്രകാശ്, സെക്രട്ടറിയായി EL ടോണി, ട്രഷററായി CR രമണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. 13-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. തൃശൂർ നഗരത്തിൽ മോഷണം ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ 2 പേരെ ഈസ്റ്റ് പോലീസ് പിടികൂടി. ചേർപ്പ് പെരുവനത്ത് സുന്ദരൻ, വടക്കാഞ്ചേരി പുളിക്കപ്പറമ്പ് ചന്ദ്രൻ എന്നിവരെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം നഗരത്തിൽ വൻ കവർച്ച ശ്രമം ഉണ്ടായ സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഊർജിതമായ നടപടികൾ തുടർന്നു വരികയാണ്. തൃശൂർ ശക്തൻ നഗറിൽ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ജ്യേഷ്ഠനെ അനുജൻ കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് ജില്ലാ സെഷൻസ് കോടതി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. പശ്ചിമബംഗാൾ സ്വദേശി മൂർത്തി സ്മേയയാണ് കൊല്ലപ്പെട്ടത്. മൂർത്തിയുടെ സഹോദരൻ ഫിറോസ് ഷെയ്ഖാണ് കേസിലെ പ്രതി. ജ്യേഷ്ഠന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഫിറോസ് ഫ്ളാറ്റിൽ വെച്ച് കൊല നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ കേസ്. 2013 ഒക്ടോബർ 6-നായിരുന്നു സംഭവം. ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ ആധാരമാക്കിയത്. പബ്ലിക് പ്രോസിക്യൂട്ടർ പയസ് മാത്യു ഹാജരായി. തൃശൂർ നഗരത്തിൽ ബാങ്കിലും ജ്വല്ലറിയിലും ചുമർ കുത്തിത്തുറന്ന് വൻ കവർച്ചയ്ക്ക് ശ്രമിച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. CCTVയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. മുഖം മറച്ച ഒരാളുടെ ദൃശ്യം മാത്രമാണ് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. ഇയാളുടെ കണ്ണുകൾ മാത്രം വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. MO റോഡിലെ അയോധ്യ ജ്വല്ലറിയിലാണ് ആദ്യം മോഷണശ്രമം നടന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-നാണ് മോഷ്ടാവ് ജ്വല്ലറിയിൽ പ്രവേശിച്ചത്. ഇതിനുശേഷം CCTV ക്യാമറ പ്രവർത്തനരഹിതമായി. വൈകിട്ട് 5 മണിയോടെ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലും കവർച്ചാ ശ്രമം നടന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ശിവ വിക്രമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജനവിധി.
തെരഞ്ഞെടുപ്പിൽ താരമായിരുന്ന നോട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉണ്ടാകില്ല. വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ സംവിധാനമുണ്ടാകില്ല. മുകളിൽ പറഞ്ഞ ആരുമല്ല അഥവാ നൺ ഓഫ് ദി എബവ് എന്ന് രേഖപ്പെടുത്താനുള്ള സൌകര്യമാണ് വോട്ടർമാർക്ക് നോട്ട നൽകിയിരുന്നത്. ഒരു വോട്ടിംഗ് മെഷീനിൽ 15 സ്ഥാനാർത്ഥികൾ വരെ ഉൾപ്പെടുത്താനാകും. എന്നാൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം പേരിനൊപ്പം ഉണ്ടാകില്ല. പഞ്ചായത്തുകളിൽ 3 വോട്ടും കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയിലേക്ക് 1 വോട്ടുമാണ് രേഖപ്പെടുത്തേണ്ടത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയാണ് 3 വോട്ടുകൾ. 3 വോട്ടും ചെയ്തു കഴിഞ്ഞാൽ നീണ്ട ബീപ് ശബ്ദം കേൾക്കാം. കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും അതത് വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പിനായി 1 വോട്ടിംഗ് മെഷീൻ മാത്രമേ ഉണ്ടാകൂ. വോട്ട് ചെയ്യേണ്ടത് പഠിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചരണവുമായി രംഗത്തിറങ്ങുന്നുണ്ട്. ഇതേസമയം ഇത്തവണ ആദ്യമായി ഫോട്ടോ പതിപ്പിച്ച വോട്ടർ പട്ടികയാണ് ഉപയോഗിക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയാണ് പുനഃക്രമീകരിച്ച് ഉപയോഗിക്കുന്നത്. അംഗീകൃത തിരിച്ചറിയൽ കാർഡില്ലെങ്കിൽ വോട്ട് ചെയ്യാനാകില്ല. ജില്ലയിൽ ഇത്തവണ 2 പഞ്ചായത്തുകൾ ഇല്ലാതായിട്ടുണ്ട്, വടക്കാഞ്ചേരിയും മുണ്ടത്തിക്കോടും. പകരം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി പുതിയതായി രൂപീകരിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ഫ്ലക്സ് ബോർഡുകൾക്ക് നിയന്ത്രണം. PVC ഫ്ലക്സിന് പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും പരിസ്ഥിതിക്ക് ദോഷകരമായ ഫ്ലക്സുകൾ ഉപയോഗിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇത്തരം ഫ്ലക്സുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നീക്കം ചെയ്യണം. രാഷ്ട്രീയ പാർട്ടികളും തദ്ദേശ സ്ഥാപനങ്ങളും വികസന നേട്ടങ്ങൾ വിവരിച്ച് നേരത്തെ സ്ഥാപിച്ച ഫ്ലക്സുകളും നീക്കം ചെയ്യണം. തദ്ദേശം 2015. വികസനവും അഴിമതി ആരോപണങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ സജീവമാക്കുക. വികസനം പ്രധാന പ്രചാരണ ആയുധമാക്കി UDF മുന്നേറുമ്പോൾ LDFും BJPയും പ്രചരണ ആയുധമാക്കുന്നത് അഴിമതി ആരോപണങ്ങളാണ്. ചരിത്രപരമായ വികസന നടപടികൾ യാഥാർത്ഥ്യമാക്കാനായെന്ന ആത്മവിശ്വാസമാണ് UDFിനുള്ളത്. ലാലൂർ മാലിന്യ പ്രശ്നം പരിഹരിക്കാനായതും ജംഗ്ഷൻ വികസനം സാധ്യമാക്കാനായതും KSRTC മേഖലയിലെ കുപ്പിക്കഴുത്ത് ഒഴിവാക്കാനായതും പച്ചക്കറി, മത്സ്യമാംസ മാർക്കറ്റുകൾ വികസിപ്പിക്കാനായതുമടക്കമുള്ള വികസന കുതിപ്പുകൾ ഇത്തവണ വിജയം സുനിശ്ചിതമാക്കുമെന്നാണ് UDFിന്റെ വിലയിരുത്തൽ. എന്നാൽ ജംഗ്ഷൻ വികസനത്തിന്റെ പേരിലും റിലയൻസ് കേബിളിന്റെ പേരിലും ഫ്രൂട്ട്സ് മാർക്കറ്റ്, ഫുട്പാത്ത് കച്ചവടക്കാർക്കുള്ള മാർക്കറ്റ്, അനധികൃത കെട്ടിട നിർമ്മാണം എന്നിവയുടെ പേരിലുള്ള അഴിമതി ആരോപണങ്ങളാണ് LDFിന്റെയും BJPയുടെയും പ്രചരണ ആയുധം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭീകരഭൂരിപക്ഷം ഇത്തവണയും നിലനിർത്താനാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പാളയങ്ങളിലെ പ്രതീക്ഷ. പ്രൊഫസർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ LDF ഭരണസമിതി ആദ്യമായി അധികാരത്തിലെത്തിയ 2005-2010 കാലഘട്ടത്തിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ രാഷ്ട്രീയ സുനാമിയെന്ന് LDFിന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന പ്രൊഫസർ M മുരളീധരൻ വിശേഷിപ്പിച്ച വൻ പരാജയത്തിന് ഇത്തവണ എങ്ങനെ മറുപടി നൽകുമെന്ന ചർച്ചകളാണ് LDF പാളയങ്ങളിൽ സജീവമായി നടക്കുന്നത്. മന്ത്രി CN ബാലകൃഷ്ണന്റെ മകൾ ഗീത UDFിന്റെ മേയർ സ്ഥാനാർത്ഥിയാകുമ്പോൾ പ്രൊഫസർ ആർ ബിന്ദുവും D ഷീലയുമാണ് LDFിന്റെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. SNDPയുമായി സഖ്യമുണ്ടാക്കിയ BJP ഇത്തവണ ചരിത്രപരമായ കുതിപ്പ് നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ്. ഡിവിഷൻ പുനഃക്രമീകരണം നടന്ന ശേഷം 50 ഡിവിഷനിൽ നിന്നും 55 ഡിവിഷനായി കോർപ്പറേഷൻ പുനഃക്രമീകരിക്കപ്പെട്ട 2010-ൽ 55 സീറ്റിൽ 46 സീറ്റും UDF കരസ്ഥമാക്കിയിരുന്നു. 42 സീറ്റിൽ കോൺഗ്രസ് ഒറ്റയ്ക്കും 2 സീറ്റിൽ ജനതാദളും 1 സീറ്റിൽ മുസ്ലിം ലീഗും 1 സീറ്റിൽ കേരള കോൺഗ്രസുമാണ് UDFിന്റെ ക്രെഡിറ്റിലുള്ളത്. UDF മുന്നണിയുടെ ഭാഗമായി ജയിച്ച ജോൺ കാഞ്ഞിരത്തിങ്കൽ ഇടക്കാലത്ത് പാർട്ടി മാറി LDF മുന്നണിയിലെത്തിയിരുന്നു. LDFിന് നിലവിൽ 7 സീറ്റാണുള്ളത്. CPMന് 5ഉം CPIക്ക് 1ഉം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് 1 സീറ്റുമാണ് LDFിന്റെ പട്ടികയിലുള്ളത്. പൂങ്കുന്നത്ത് ഗിരിജാരാജനും കൊക്കാലയിൽ വിനോദ് പൊളാഞ്ചേരിയുമാണ് BJPക്കുള്ള 2 സീറ്റുകൾ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച നിരീക്ഷണ ഏകോപന പ്രവർത്തനങ്ങളുടെ ചുമതല ADM CK അനന്തകൃഷ്ണന്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വിവിധ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ A കൌശികൻ ഉത്തരവായി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്ന ചുമതലയും ADMനായിരിക്കും. ഡ്രോപ്പ് എന്ന പേരിൽ ഓൺലൈൻ സംവിധാനമാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിന് ആവിഷ്കരിച്ചിട്ടുള്ളത്. വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചാലക്കുടി അഡീഷണൽ തഹസീൽദാർ TC ബാബുക്കുട്ടിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടിക സംബന്ധിച്ച നടപടികളുടെ ഏകോപന ചുമതല പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ R രാജപ്രദീപനാണ് നൽകിയിട്ടുള്ളത്.
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള വാഹനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചുമതല തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ KT മോഹനനാണ്. ക്രമസമാധാന ചുമതല റവന്യൂ ഡിവിഷണൽ ഓഫീസർ P മോഹനനാണ് നൽകിയിരിക്കുന്നത്. വാർത്തയിലേക്ക്. തൃശൂർ പാലസ് റോഡിലുള്ള പുളിമൂട്ടിൽ സിൽക്സിൽ ഡിസ്കൌണ്ട് ഡേയ്സ് ആരംഭിച്ചു. പട്ടുസാരികൾ ഉൾപ്പെടെയുള്ള സെലക്ടഡ് ഐറ്റംസുകൾ 60% വരെ വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ഡിസ്കൌണ്ട് ഡേയ്സിലൂടെ സ്വന്തമാക്കാം. പ്രമുഖ ബ്രാൻഡഡ് ഇനങ്ങളുടെയും ഗുണമേന്മയുള്ള റെഡിമെയ്ഡുകൾ, ലേഡീസ്, മെൻസ്, കിഡ്സ് വസ്ത്രങ്ങൾ, ഡ്രസ് മെറ്റീരിയലുകൾ എന്നിവയുടെയും അതിവിപുലമായ ശ്രേണി ഇതിനായി പുളിമൂട്ടിൽ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന ഈ വസ്ത്രമേളയിൽ പങ്കെടുക്കാൻ ഷോറൂമിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സ്റ്റോക്ക് തീരുന്നതുവരെ ഏതാനും ദിവസത്തേക്ക് മാത്രമേ ഡിസ്കൌണ്ട് ഡേയ്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. അറുപത്തിയെട്ട് MLA-മാരുണ്ടായിട്ടും അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായ സമരത്തിൽ വിജയിക്കാതിരുന്ന ഇടതുപക്ഷം മൂന്നാറിലെ പെമ്പിളെ ഒരുമയെ കണ്ടുപഠിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ പറഞ്ഞു. ചേർപ്പ് വല്ലച്ചിറ പഞ്ചായത്തുകളിൽ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും രാജിവെച്ച 1000 പേർ BJP-യിൽ ചേർന്നതിന്റെ പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ചേർപ്പ് പൂച്ചിനിപ്പാടം സെന്ററിൽ നടന്ന ചടങ്ങിൽ നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് AR അച്ചി ഘോഷ് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, രവികുമാർ ഉപ്പത്ത്, ബാബു വല്ലച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. വീടിനകത്ത് മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയുടെ മാല കവർന്നു. പുല്ലൂറ്റ് നാരായണമംഗലം കുന്നപ്പള്ളി റാക്സന്റെ മകൾ ആദികാലക്ഷ്മിയുടെ 1.5 പവൻ തൂക്കമുള്ള മാലയാണ് കവർന്നത്. വീടുപണി നടക്കുന്നതിനാൽ മറയായി ഉപയോഗിച്ചിരുന്ന ഷീറ്റ് കീറിയാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രിയിലെ കുടുംബശ്രീ കഫേയിൽ നിന്ന് സ്വാദ് കുടുംബശ്രീ ഗ്രൂപ്പിലെ 7 പേരെ അകാരണമായി മുണ്ടത്തിക്കോട് പഞ്ചായത്ത് സാമൂഹിക വികസന സമിതി പുറത്താക്കിയതായി ആരോപണം. മുണ്ടത്തിക്കോട് പഞ്ചായത്തിലെ സ്വാദ് കുടുംബശ്രീ ഗ്രൂപ്പും മുളകുന്നത്തുകാവ് പഞ്ചായത്തിലെ അന്നപൂർണ ഗ്രൂപ്പും സംയുക്തമായാണ് നെഞ്ചുരോഗ ആശുപത്രിയിലെ കുടുംബശ്രീ കഫേ നടത്തുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷനാണ് തങ്ങളെ പുറത്താക്കാൻ അവകാശം എന്നിരിക്കെ ഇല്ലാത്ത അഴിമതി ആരോപണത്തിന്റെ പേരിൽ മുണ്ടത്തിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് K. അച്യുത് കുമാറും UDF-ന്റെ CDS അംഗങ്ങളും ചേർന്ന് തങ്ങളെ പുറത്താക്കിയതെന്ന് സ്വാദ് കുടുംബശ്രീ ഭാരവാഹികൾ മുളകുന്നത്തുകാവിൽ ആരോപിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് ജോലിയിൽ പ്രവേശിച്ച തങ്ങളെ ഹാജർ പുസ്തകത്തിൽ ഒപ്പിടാൻ അനുവദിക്കുന്നില്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു. സ്വാദ് ഗ്രൂപ്പ് ലീഡർ CR വാസന്തി, CDS മുൻ ചെയർപേഴ്സൺ ദീപ ജയൻ, PG ശ്രീദേവി, ജോൺസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറൂർ മരതയൂർ തുരുത്തിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. ചെറൂർ സ്വദേശി മെയ്ക്കാട്ടിൽ പട്ടാളം രവി എന്ന 53 വയസ്സുള്ള രവിയാണ് മരിച്ചത്. വിയൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. തൊഴിലാളികളുടെ വേതനം 500 രൂപയാക്കി വർദ്ധിപ്പിക്കുവാൻ തോട്ടം ഉടമകൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ സംയുക്ത ട്രേഡ് യൂണിയനുകൾ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച തൊഴിലാളികൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തും. പാലപ്പള്ളി, ഹാരിസൺ മലയാളം, ജൂങ്ടോളി എന്നീ കമ്പനികളിലെ 2000-ഓളം തൊഴിലാളികളാണ് മാർച്ചിൽ പങ്കെടുക്കുന്നതെന്ന് സംയുക്ത ട്രേഡ് യൂണിയനുകൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർത്ത 3 ചർച്ചകളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സമരം കൂടുതൽ ശക്തമാക്കുമെന്നും യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി. സമരസമിതി ചെയർമാൻ ആന്റണി കുറ്റൂക്കാരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ നേതാക്കളായ AG വാസുദേവൻ നായർ, PG മോഹനൻ, അഡ്വക്കേറ്റ് MA ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. മനക്കുടി കരാട്ടെ കോൾപ്പടവ് ബണ്ട് സാമൂഹിക വിരുദ്ധർ വെട്ടിപ്പൊളിച്ചു. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. രാവിലെ കന്നുകാലികളെ തീറ്റുന്നതിനായി പാടത്തെത്തിയ കർഷകരാണ് ബണ്ട് വെട്ടിപ്പൊളിച്ചത് കണ്ടത്. 2 ആഴ്ചയായി പടവിൽ കൃഷി ഇറക്കുന്നതിന് മോട്ടോർ പ്രവർത്തിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കോൾപ്പടവ് കമ്മിറ്റി ഭാരവാഹികൾ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. മീൻ വളർത്തലിന്റെ ഭാഗമായി ചെറ്റുപുഴ കോൾപ്പാടത്ത് മത്സ്യകൃഷിക്കാരും കരാട്ടെ കോൾപ്പടവ് കമ്മിറ്റി അംഗങ്ങളും തമ്മിൽ തർക്കം നടന്നിരുന്നു. തൃശൂർ വെസ്റ്റ് പോലീസ് ചർച്ച നടത്തിയാണ് തർക്കം പരിഹരിച്ചത്. കോൾപ്പാടത്ത് അമിതമായി മദ്യവും മയക്കുമരുന്ന് കച്ചവടവും നടക്കുന്നുണ്ടെന്ന് നേരത്തെ നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. സാമൂഹിക വിരുദ്ധരുടെ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കാൻ പോലീസ് നടപടിയെടുക്കണമെന്ന് BJP മണലൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സുധീഷ് മേനോത്തുപറമ്പിൽ ആവശ്യപ്പെട്ടു. വാർത്തയിലേക്ക് വീണ്ടും. മുതലയെ കണ്ടുവെന്ന് സംശയിക്കുന്ന ചേർപ്പ് പല്ലിശ്ശേരി പാടശേഖരത്തിൽ വന്യജീവി സംരക്ഷകൻ സേവ്യർ എൽത്തുരുത്തും നാട്ടുകാരും കൂടി തിരച്ചിൽ നടത്തി. പല്ലിശ്ശേരി ചിറ്റങ്കരെ പാടത്താണ് പ്രദേശവാസികൾ മുതലയെ കണ്ടതായി വനംവകുപ്പ് അധികൃതരെ അറിയിച്ചത്.
ഒയിസ്ക ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയിൽ രക്തചന്ദനത്തൈ വിതരണം നടന്നു. ഒയിസ്ക സെക്രട്ടറി ഡോക്ടർ രേഷ്മ ബാബുവിന് നൽകി ചലച്ചിത്ര താരം ലെന ചന്ദനത്തൈ വിതരണം നിർവഹിച്ചു. ഔഷധി പഞ്ചകർമ്മ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KS രചിതൻ അധ്യക്ഷനായിരുന്നു. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, ഷിങ്സി റാഫേൽ, ബിജു ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഫ്രീ തോട്ട് ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയെക്കുറിച്ച് തൃശൂരിൽ സംവാദം നടത്തി. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സംവാദത്തിൽ ചലച്ചിത്ര സംവിധായകൻ സജീവൻ അന്തിക്കാട് മോഡറേറ്ററായിരുന്നു. എന്ന് നിന്റെ മൊയ്തീൻ സിനിമയുടെ സംവിധായകൻ RS വിമൽ, അഭിനേതാക്കളായ ലെന, ടൊവിനോ, സംവിധായകൻ പ്രിയനന്ദനൻ എന്നിവരും സംവാദത്തിൽ പങ്കെടുത്തു. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും താരങ്ങളും സംവിധായകനും മറുപടി നൽകി. എന്ന് നിന്റെ മൊയ്തീൻ മലയാളത്തിലെ എക്കാലത്തെ മികച്ച പ്രണയ ചിത്രമാണെന്ന് സംവാദത്തിൽ അഭിപ്രായമുയർന്നു. കൊരട്ടിമുത്തിയുടെ ചരിത്രം കഥാപ്രസംഗത്തിനായി ഒരുക്കിയിരിക്കുകയാണ് ഫാദർ വിൻസെന്റ് പണിക്കാപ്പറമ്പിൽ. എഴുതുക മാത്രമാണ് 74-കാരനായ ഈ വൈദികൻ തന്റെ കർത്തവ്യമായി കരുതുന്നതെങ്കിലും കഥ പറയുവാനും പാടാനും ഇദ്ദേഹത്തിനുള്ള വൈഭവം ശ്രദ്ധേയമാണ്. ചേർത്തല തണ്ണീർമുക്കം സ്വദേശിയായ ഫാദർ വിൻസെന്റ് CMയുടെ 20ാമത്തെ കഥാപ്രസംഗമാണ് കൊരട്ടിമുത്തി എന്ന പേരിൽ കഥയെഴുതി മുത്തിക്കായി സമർപ്പിക്കുന്നത്. കൊരട്ടി കൈമൾ എന്ന കൊരട്ടി സ്വരൂപം ദാനമായി നൽകിയ ഭൂമിയിൽ കൊരട്ടിമുത്തിക്കായി പള്ളി നിർമ്മിച്ചതും മുത്തിയുടെ അദ്ഭുത പ്രവർത്തനങ്ങളുടെ കീർത്തികളും വിശദമായി വിവരിക്കുന്നു. കൊരട്ടിപ്പള്ളിയിലെ പൂവൻകുല, കൽക്കുരിശ്, തീവണ്ടി സ്റ്റേഷൻ, അരിച്ചാൻകുന്ന് എന്നിവയ്ക്കെല്ലാം ചരിത്രമുണ്ടെന്നും അച്ഛൻ വിവരിക്കുന്നു. അത് മാധുര്യമേറിയ സ്വരത്തിൽ ആലപിക്കുകയും കഥ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ചാവറയച്ചന്റെ ചരിത്രമാണ് ആദ്യ കഥാപ്രസംഗ കൃതി. കൈനകരിയിലെ ചാവറയച്ചന്റെ ജന്മഗൃഹത്തിൽ ഡയറക്ടറായിരിക്കെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇതിന്റെ രചന. തുടർന്ന് ക്രൈസ്തവ സഭയുടെ ചരിത്രവുമായി ഇഴപിരിഞ്ഞു കിടക്കുന്ന മറ്റു സംഭവങ്ങളുടെ സാക്ഷാത്കാരവും കൃതികളായി. ബാംഗ്ലൂരിലെ ധർമാരാം കോളേജിൽ പഠനകാലത്ത് 1967 കഥാപ്രസംഗവുമായി അടുത്തു തുടങ്ങിയതെന്ന് തണ്ണീർമുക്കത്തെ പണിക്കപ്പറമ്പിൽ ഔസേപ്പിന്റെയും ഔദമ്മയുടെയും മകനായി ജനിച്ച ഫാദർ വിൻസെന്റ് CMI പറയുന്നു. സാംബശിവന്റെ ഒട്ടുമിക്ക കഥകളും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കഥയെഴുതാനുള്ള പ്രേരണയുണ്ടായതെന്ന് ഈ വൈദികൻ പറയുന്നു. അച്ഛൻ ജന്മം കൊടുത്ത കഥകൾ പലരും ഇതിനകം കഥാപ്രസംഗ വേദികളിൽ അവതരിപ്പിച്ചു. ചിലത് CD-യായും പുറത്തിറങ്ങി. തന്റെ തലതൊട്ടപ്പനായ KM വർഗീസ് എന്ന അധ്യാപകനും ഒരു കാതികനായിരുന്നുവെന്ന് വിൻസെന്റ് അച്ഛൻ ഓർക്കുന്നു. 1974 കാലഘട്ടത്തിൽ കൊരട്ടിപ്പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിരിക്കുമ്പോൾ മനസ്സിലുദിച്ച മോഹം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം കൂടിയുണ്ട് അച്ഛന്റെ കഥാപ്രസംഗ പാട്ടുകളിലെ ഈണത്തിന്. വിവിധ ജില്ലകൾക്ക് ശേഷം ഇപ്പോൾ കൊരട്ടിപ്പള്ളിയിൽ സേവനത്തിനായി വീണ്ടും എത്തിയത് 8 മാസങ്ങൾക്ക് മുമ്പാണ്. TCU ന്യൂസ്, ചാലക്കുടി. വാണിജ്യം. നന്ദനം സാനിറ്ററീസിന്റെ 21ാമത് ഷോറൂം പഴയന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള സിറാമിക്, വെട്രിഫൈഡ് വാൾ ആൻഡ് ഫ്ലോർ ടൈലുകളുടെയും പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി ഐറ്റംസിന്റെയും അതിവിപുലമായ ശേഖരം ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നന്ദനം സാനിറ്ററീസിന്റെ എല്ലാ ഷോറൂമുകളിലും 1000 സ്ക്വയർ ഫീറ്റ് സ്റ്റെയിൻ ഫ്രീ വെട്രിഫൈഡ് ടൈൽസ് വാങ്ങുന്നവർക്ക് 100 സ്ക്വയർ ഫീറ്റ് ഡിജിറ്റൽ വാൾ ടൈൽ സൗജന്യമായി നൽകുന്നു. നന്ദനം സാനിറ്ററീസിന്റെ ചാവക്കാട് ഷോറൂം ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനകം. UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി മന്ത്രി CN ബാലകൃഷ്ണന്റെ മകൾ CB ഗീതയെ പ്രഖ്യാപിച്ചേക്കും. പ്രൊഫസർ ഡോക്ടർ D ഷീല LDFന്റെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 21 വയസ്സായ ആർക്കും മത്സരിക്കാം. മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ മുന്നണികൾ പരക്കം പാച്ചിലിൽ. ദേശീയപാത 17 അപകട പരമ്പര. തൃത്തല്ലൂരിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. അപകടങ്ങളിൽ 12 പേർക്ക് പരിക്ക്. ശ്രീ കേരളവർമ്മ കോളേജിലെ ബീഫ് നിരോധനം വിവാദത്തിലേക്ക്. കോളേജിലെ ബീഫ് ഫെസ്റ്റിനെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട അധ്യാപികയ്ക്കെതിരെ അന്വേഷണം.
SNDPയെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടുകയല്ല CPMന്റെ തൊഴുത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഉണ്ടായതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്. മാർക്സിസ്റ്റ് പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് BJP ദേശീയ സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Chungat Jewelry.